ഇപ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും കുറയുന്ന വീടുകളാവുന്നു. അവന്റെ അറിവിനെ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഇവിടുന്ന് ഒരുപാട് കാശ് ചെലവാക്കി പഠിപ്പിക്കുക, ശമ്പളം മുഴുവൻ മാഷന്മാർക്ക് സർക്കാർ കൊടുക്കുക, എന്നിട്ട് അവൻ ജയിച്ച അപ്പാട് പോയി ലണ്ടനിൽ പോവുക, കാനഡയിൽ പോവുക, ജർമ്മനി പോവുക, അല്ലേ? എന്നിട്ട് അവിടെ പോയിട്ടോ ഗൾഫ് പോയിക്കോട്ടെ, ഗൾഫ് പോയാൽ ഒരിക്കലും പ്രവാസി അവിടെ നിൽക്കൂല. അവൻ കിട്ടുന്ന പൈസ നാട്ടിലേക്ക് കടത്തും, പണി കഴിഞ്ഞ് അവൻ നാട്ടിലേക്ക് വരും. കാരണം തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി എൻ്റെ ഗ്രാമം കൊതിക്കാറുണ്ടെന്ന് അവൻ അറിയാം. എന്നാൽ കാനഡയിൽ പോയാ, ജർമ്മനി പോയാ, അമേരിക്ക പോയാ, ലണ്ടനിൽ പോയോ പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല, ഓൻ്റെ പൈസയും വരുന്നില്ല. വൻ നഷ്ടമാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ അറിവിനെ കാലത്തോടും ദേശത്തോടും കണക്ട് ചെയ്യാൻ സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ വരികളുടെ പ്രസക്തി അതാണ്. ഏത് ധൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ഗ്രാമത്തിന്റെ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. എന്താ കൊന്നപ്പൂവിനെ പറ്റി പറഞ്ഞത്? എന്തുകൊണ്ട് വൈലോപ്പള്ളി ചെമ്പരത്തി പൂവിനെ പറ്റിയോ പനിനീർ പൂവിനെ പറ്റി പറഞ്ഞില്ല? കൊന്നപ്പൂവിന്റെ പ്രത്യേകത വസന്തകാലത്ത് വിരിയുന്ന പൂക്കളല്ല, വേനൽ ചൂടിൽ ഉരുകിയ മണ്ണിൽ വേരിറങ്ങി കണിക്കൊന്ന പൂത്തു. വരണ്ടുണങ്ങിയ മണ്ണിന്റെ ഇടയിലൂടെ വേര് വായിച്ചിട്ട് ആർദ്രതയുടെ കണങ്ങളെ വലിച്ചെടുത്തിട്ട് സ്വർണം ചാലിച്ച് പുഞ്ചിരിക്കാൻ കഴിയുന്ന കൊന്നപ്പൂവായിരിക്കണം നമ്മുടെ ഫസ്റ്റ് മോട്ടിവേറ്റർ. കൊന്നപ്പൂ പോലെ പ്രതിസന്ധിയിലും പുഞ്ചിരിക്കാൻ നമ്മളെ പഠിപ്പിക്കണം. നമ്മുടെ കുട്ടികൾ എല്ലാം ചെയ്തു കൊടുക്കുന്ന രക്ഷിതാക്കളെ, നിങ്ങൾ നല്ല രക്ഷിതാവല്ല, വളരെ മോശം രക്ഷിതാക്കളാണ്. മിക്ക സ്കൂളുകളിലും രാവിലെ സ്കൂൾ ബസ് വരേണ്ട സമയമാകുമ്പോൾ ഒരു അലാറം കേട്ടിട്ടുണ്ടോ? എന്റെ ട്രൗസറ്, എന്റെ ഷർട്ട്, എന്റെ ബാഗ്, എന്റെ കുപ്പിയും വെള്ളം, എന്റെ ചോറ്റുപാത്രം, ഇതെല്ലാം എടുത്ത് അമ്മയും അച്ഛനും ഓടുക. ഇവൻ ഇങ്ങനെ നിൽക്കും, കുരിശു തറച്ച പോലെ നിൽക്കും. ഇവര് ചുമലിട്ട് കൊടുക്കും, എന്നിട്ട് ബസ് തള്ളിക്കയറ്റും. സമാധാനായി, ഇനി നാളെയല്ലേ നോക്കണ്ടു. ആ കുട്ടി ഒന്നിനും കൊള്ളാത്ത കുട്ടിയായി വളരും. 5ാം ക്ലാസ്സിലെത്തുന്ന ഒരു കുട്ടി അവനവന്റെ ട്രൗസറും ബാഗും ടൈയും ബാഗും ചോറ്റുപാത്രവും എടുത്തു വെക്കാൻ അറിയണ്ടേ?